എത്ര അത്യാവശ്യമാണെങ്കിലും മിഥുൻ കാർ ഓടിക്കരുത്. ഒരു വാഹനത്തിലും തൽക്കാലം അവൻ കയറാൻ പാടില്ല. 2-3 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് അവൻ പുറത്തിറങ്ങാനും പാടില്ല. ഞാൻ നോക്കിക്കോളാം പണിക്കരെ. എന്തു പറ്റുമല്ലേ? മിഥുൻ എന്തോ വലിയൊരു ആപത്ത് വരാൻ പോവാത്ര. മിഥുൻ എവിടെയാണെന്ന് അന്വേഷിച്ച് അവനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണമെന്നാ ഭാർഗവ് പണിക്കരെ തീർത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് പോകണം. നീ വാ. വലിയ ഒരു മിനിറ്റ്, നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഏട്ടൻ അവിടെ നിന്ന് എങ്ങനെ പോയാലോ? അവിടെ ചെല്ലുന്നതിന് പകരം നമുക്കൊന്ന് ഫോൺ വിളിച്ചാ പോരെ? പണിക്കരെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ലെന്നാ പറയുന്നത്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഒരു മിനിറ്റ് നിൽക്കേ. പാരന്റ്സ് എടുക്കുന്ന തീരുമാനങ്ങള് കുട്ടികളുടെ നല്ല ഫ്യൂച്ചറിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം. ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം കുട്ടിയുടെ പഠിത്തത്തെ വല്ലാതെ ബാധിക്കുമല്ലോ. ഈ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഒന്നോടൊന്ന് ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ മാഡം. ഇനിയിപ്പോ ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ചക്കീനെ ഈ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. അവളുടെ TC വേഗം റെഡി ആയിക്കോളൂ. അച്ഛ പ്ലീസ്, എനിക്ക് ഈ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി. ഇവിടുത്തെ ഫ്രണ്ട്സിനെയും സ്കൂളിനെയൊക്കെ ഞാൻ മിസ് ചെയ്യും. ചിക്കുവിനെ ഞാൻ മിസ് ചെയ്യും. എനിക്ക് വേറെ സ്കൂളിലൊന്നും പോകണ്ട അച്ഛാ. ചക്കി, ഞാൻ പറഞ്ഞ എന്തും അനുസരിച്ചോളന്നല്ലേ നീ നേരത്തെ എനിക്ക് വാക്ക് തന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ മാറ്റി പറയുന്നേ? അപ്പൊ എനിക്കൊന്നും അറിയില്ലായിരുന്നു. സ്കൂളിന് മാറ്റാനാണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ സ്കൂളിന് എന്താ അച്ഛാ കുഴപ്പം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ചക്കി. തൽക്കാലം അതിനെപ്പറ്റി നീ ചോദിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. വീടിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് സ്കൂളും ചുറ്റുപാടും അവിടുത്തെ സുഹൃത്തുക്കളും ടീച്ചറും ഒക്കെ ആയിരിക്കും. സ്കൂൾ ജീവിതം നന്നായി മാത്രമേ കുട്ടിയുടെ സ്വഭാവം നന്നായി രൂപാന്തരപ്പെടൂ. ഇപ്പൊ നിങ്ങളെല്ലാം താറുമാറാക്കാൻ നോക്കുക. അല്ല മാഡം, ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിലൊരു മാറ്റമില്ല. നിങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്തോളൂ. എന്താ വിവേക്, അവൻ ഫോൺ എടുക്കുന്നില്ലല്ലേ? ഇല്ല വല്യമ്മേ. അപ്പൊ ഭാർഗവ് പണിക്കരെ പറഞ്ഞതൊക്കെ സത്യം. മിഥുൻ എന്തോ ആപത്ത് വരുമെന്ന് പറഞ്ഞത് ഉറപ്പാ. തൽക്കാലം അവനെ രക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ പറ്റൂ. ഇനിയിപ്പോ നമ്മൾ എന്താടാ ചെയ്യാ? വല്യമ്മേ, നമുക്ക് ചാരുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവള് വർക്ക് ചെയ്യുന്ന ആ സ്കൂളിൽ തന്നെയല്ലേ? അത് ശരിയാണല്ലോ. ഞാനതങ്ങ് വിട്ടുപോയി. നീ പെട്ടെന്ന് ചാരുവിനെ ഒന്ന് വിളിച്ചേ. ഇപ്പൊ വിളിക്കാം. ഭാർഗവ പണിക്കർ അത്ര കണിശായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി എന്തോ വലിയ അപകടം തന്നെയായിരിക്കും. ഞാനിനി പൊക്കോളൂ അമ്മേ. അമ്മ പൊക്കോ. ഇത്രയും ദൂരം വന്നതല്ലേ, ചക്കയുണ്ടെങ്കിൽ അവളെ കൂടി കണ്ടിട്ട് പോവാം. ഈ ഇടയായിട്ട് അമ്മയ്ക്ക് എന്നേക്കാൾ ചക്കിയാണ് ഇഷ്ടം കൂടുതലെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെന്താ, ചക്കയെ സ്നേഹിക്കാൻ പാടില്ലേ? സ്നേഹിക്കുന്നത് കുഴപ്പമില്ല, എന്നാലും എന്നേക്കാൾ കൂടുതലൊന്നും സ്നേഹിക്കണ്ട. നീ എന്റെ സ്വന്തം മോനാടാ. പക്ഷെ അവളെനിക്ക് മോളെ പോലെയാ. നിന്നോടുള്ള സ്നേഹം നിന്റേത് മാത്രാണ്. അവളോടുള്ളതുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. പോയിക്കോ. പുതിയ മോളെ കിട്ടിയപ്പോ പഴയ മോനെ വേണ്ടാതായില്ലേ? ദേ അങ്ങോട്ട് നോക്ക്, അമ്മയുടെ മോളെ പോലെയുള്ള മോളതേ വരുന്നു.
ചക്കി, ഇന്നലെ നിനക്ക് എന്തു പറ്റി? പാതിരാത്രി എഴുന്നിട്ട് പോയല്ലോ. എന്തിനാ നിന്റെ അച്ഛൻ അങ്ങനെ വന്ന് കൊണ്ടുപോയി കളഞ്ഞ? എനിക്കൊന്നും അറിയില്ല അമ്മ, എന്നോടൊന്നും പറഞ്ഞില്ല. നീ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയത് കൊണ്ട് നിന്റെ അച്ഛന് ദേഷ്യം വന്ന് കാണുമല്ലേ? അങ്ങനെയാണെന്നാ തോന്നുന്നത്. ഇന്നലെ വന്നെന്നെ കൊണ്ടുപോയത് പോലും ഞാൻ അറിഞ്ഞില്ല. ഇന്ന് കാലത്ത് ഈ സ്കൂളിൽ തന്നെ കൊണ്ടുപോകാൻ പോവാ. ചക്കിമോള് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്റെ അച്ഛനുണ്ടല്ലോ, TC മേടിക്കാൻ വന്നിട്ടുണ്ട് അമ്മ. ഇനി തൊട്ട് ഞാൻ ഈ സ്കൂളിൽ പഠിക്കണ്ടെന്നാ പറയുന്നത്. ഇവിടുത്തെ എന്റെ അവസാനത്തെ ദിവസമാണ്. ഇനി ഈ സ്കൂള് വേണ്ട എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ അങ്ങനെ? അതിനു മാത്രം ഈ സ്കൂളില് എങ്ങനെയാ നിന്റെ അച്ഛന് തെറ്റായിട്ട് തോന്നിയേ? കാര്യം എന്താന്ന് എനിക്കറിയാമേ. ചക്കി എന്റെ കൂടെ കൂട്ടുകൂടുന്നതൊന്നും ചക്കിയുടെ അച്ഛന് ഒട്ടും ഇഷ്ടമില്ല. എന്നോട് കൂട്ടുകൂടുന്നത് കൊണ്ടാ ഇപ്പൊ ചക്കിയുടെ അച്ഛൻ സ്കൂള് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചിക്കുന് നീ കൂട്ടായിട്ടുണ്ടാവുന്ന കരുതിയത്. ഇപ്പൊ നീ ഇവിടുന്ന് പോവല്ലേ? നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ അച്ഛൻ പറയുമ്പോ അമ്മ എന്റെ അച്ഛനോട് ഇതിനെക്കുറിച്ച് ഒന്ന് പറയോ? ഞാനെങ്ങനെയാ പറയമ്മേ, ഞാൻ കൊച്ചു കുട്ടിയല്ലേ, അതുകൊണ്ടാ അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കാത്തത്. പറയുന്ന കേട്ടാ മതിന്ന് എന്നെ വഴക്ക് പറയാ. അമ്മയാകുമ്പോ വലിയ ആളല്ലേ, അമ്മ പറയുമ്പോ ചിലപ്പോ അച്ഛനത് മനസ്സിലായാലോ. പ്ലീസ് അമ്മേ, ഒന്നെന്റെ അച്ഛനോട് ഇതിനെ കുറിച്ച് സംസാരിക്കാവോ? ഞാൻ പറഞ്ഞാല് നിന്റെ അച്ഛൻ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കിപ്പോ അറിയില്ല അമ്മ. പക്ഷേ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ ചിലപ്പോ നടന്നാലോ. ശരി ചക്കി, ഞാൻ നിന്റെ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നിന്റെ അച്ഛനിപ്പോ എവിടെയാ? പ്രിൻസിപ്പലിന്റെ റൂമിലിരുന്ന് സംസാരിക്കുക. ശരിയെന്ന്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്. ഞാനൊന്ന് ചെന്ന് സംസാരിച്ച് നോക്കട്ടെ. ചാരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലോ ഇല്ലമ്മേ. നിക്കടാ, ഞാനും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ ഇപ്പൊ അകത്തോട്ട് ചെല്ലണ്ട. അതെന്താടാ ചിക്കു? ആ അങ്കിളിനോട് അമ്മ മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതെന്താ മോനെ? ആ അങ്കിളിന് വെറുതെ പെട്ടെന്ന് ദേഷ്യം വരും. അമ്മയുടെ അടുത്തും ആ അങ്കിൾ എന്തെങ്കിലുമൊക്കെ പറയും. മറ്റുള്ളവരോടൊക്കെ എങ്ങനെ സംസാരിക്കണ്ടേന്ന് ആ അങ്കിളിന് തീരെ അറിയില്ല. ഒരു കാര്യമില്ലാണ്ട വഴക്ക് പറയാ. അങ്കിളിന് ദേഷ്യം വരാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചോളാം. ആ അങ്കിളിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാ. നമ്മള് നല്ലോണം തന്നെയാണെങ്കിലും നമ്മുടെ നല്ലതൊന്നും ആ അങ്കിളിന് മനസ്സിലാവില്ല. കണ്ണടിച്ച് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയും. എല്ലാരെക്കാളും വലിയ ആളാന്ന വിചാരം. നമ്മൾ പറയുന്നത് ഒന്നും അങ്കിളിന്റെ ചെവി കയറില്ല. ചക്കിയുടെ അച്ഛനെ കുറിച്ചാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? അങ്കിളിനെ കുറിച്ച് എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും നന്നായി അറിയാം. എനിക്കെങ്ങനെ? നീ എന്തെന്നൊക്കെ പറയുന്നേ? ഒരിക്കലും നമ്മുടെ വീട്ടിൽ വെച്ച് വലിയ വഴക്കുണ്ടാക്കിയതാ. ആരെ കുറിച്ച് നീ പറയുന്നത് ചിക്കു? ഒത്തിരി പൊക്കൊക്കെ ഉള്ള ആളാ.
കണ്ടാ വലിയ ഹീറോയെ പോലെയൊക്കെ ആണെങ്കിലും കൊച്ചു പിള്ളേരെ പോലെ വഴക്ക് കൂടുന്നേ. അമ്മയ്ക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ വന്നപ്പോ? ചിക്കു, മൂത്തവര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വതയൊന്നും നിന്നെപ്പോലെ ചെറിയ കുട്ടികൾക്കുണ്ടാവില്ല. വലിയവർക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് ചീത്തയാണെന്നേ തോന്നും. മൂത്തവര് വേണ്ടെന്ന് പറഞ്ഞാലും അത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാലും ആ അങ്കിൾ എവിടെ വെച്ച് എന്തിനു നിന്നെ വഴക്ക് പറഞ്ഞു എന്ന് ആർക്കറിയാം. കാര്യമില്ലാതെ മറ്റൊരാളെ കുറിച്ച് മുൻവിധി പറയരുത്. ഞാൻ പോയി അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, ഓക്കെ? അമ്മ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അമ്മ കേക്കില്ലല്ലേ? ഇത് മുതിർന്നവര് തമ്മിലുള്ള കാര്യം. എന്താന്ന് വെച്ച് ഞാൻ ചെയ്തോളാം. നീ മിണ്ടാതെ പോവാൻ നോക്കി. ശരി എന്നാ അമ്മ പോയി മിണ്ടിക്കോ. ചിക്കു, ഇത് എന്തൊരു വാശിയ മോനെ. അമ്മ പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? എനിക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലേ? എന്ന് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ചക്കി നിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞ? അപ്പൊ അവളിവിടെ നിന്ന് പോവാണെങ്കിൽ നീ ഓക്കെ ആയിരിക്കോ? നിനക്കത് വല്ലാത്ത സങ്കടാവില്ലേ മോനെ? അവള് പോയ എനിക്ക് സങ്കടാവൂ അമ്മേ. നിനക്ക് മാത്രമല്ല, ചക്കിയെ വിട്ടു പിരിയാൻ ഇപ്പൊ എനിക്കും പറ്റില്ല മോനെ. അവൾ ഇവിടുന്ന് പോവാണെങ്കിൽ എന്റെ മനസ്സും വല്ലാതെ വേദനിക്കും ഇപ്പോ. അവളെ കാണാൻ പറ്റാതെ ആവുമ്പോ എനിക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാ. ചക്കി ഇവിടുന്ന് പോവാതിരിക്കണമെങ്കിൽ അവളുടെ അച്ഛനോട് ഞാൻ സംസാരിച്ചേ പറ്റൂ. ഓ അമ്മേ, എന്ത് വന്നാലും അമ്മ ചക്കിയുടെ അച്ഛനോട് സംസാരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. പിന്നെ ചിക്കുമോൻ അമ്മയോട് ഒന്നും മിണ്ടാതാവും. ഈ ചാരു എന്താടാ ഫോൺ ലിഫ്റ്റ് ചെയ്യാത്ത? അവിടെ എന്താണാവോ പ്രശ്നം? എനിക്ക് ആകെ പേടിയാവുന്നടാ. ചാരു ടീച്ചർ, ഫോൺ അവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കായിരുന്നല്ലേ? കൊറേ മിസ്ഡ് കോൾസ് ഉണ്ട്. ഓ, താങ്ക് യു. എന്നാ ശരി മേഡം, യു കാരി. വിവേകും അരുണിമ ആന്റിയും കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ ഈശ്വര. ചാരുവാ? ചാരു, അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു. ഫോൺ ചാർജിനിട്ടിരിക്കായിരുന്നു. ഇപ്പഴാ ഒരു ടീച്ചർ കൊണ്ടുവന്ന് തന്നെ. എന്തിനാ മാറി മാറി എന്നെ വിളിച്ചോണ്ടിരുന്നത്? നീ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ, എന്തു പറ്റി? അവിടെ മിഥുനുണ്ട് മോളെ. അവനോടൊരു അത്യാവശ്യ കാര്യം പറയാനാ. ചക്കി മാത്രം അവിടെ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. മിഥുനേട്ടൻ ചക്കിയെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയെന്നാ തോന്നുന്നത്. ഒരു മിനിറ്റ് നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ചക്കി, അച്ഛൻ എവിടെ പോയി? പ്രിൻസിപ്പലിന്റെ റൂമിൽ സംസാരിക്കുക. എന്നാ ശരി, നീ ഇവിടെ തന്നെ ഇരുന്നോളെ. മിഥുനേട്ടാ, അരുണിമാൻറ്റിക്ക് എന്തോ അർജന്റായിട്ട് പറയാനുണ്ട് അത്രേ. ദാ സംസാരിക്ക്. ഹലോ മോം. മിഥുൻ, നീ എവിടെ പോയി കിടക്കാടാ? ഫോൺ എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുക? ഫോൺ അയ്യോ, കാറിൽ വെച്ച് മറന്നു പോവും. പോട്ടെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ കാറ് തൽക്കാലം അവിടെ കിടക്കട്ടെ. ഞാനും വിവേകും കൂടി നിന്നെ വന്ന് പിക്ക് ചെയ്തോളാം മിഥുൻ. ഞാൻ എന്തിനാ കാർ ഇവിടെ ഇടുന്നേ? മാത്രമല്ല, നിങ്ങൾ എന്നെ പിക്ക് ചെയ്യാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഭാർഗവ പണിക്കരെ ഫോൺ ചെയ്തിരുന്നു മിഥുൻ. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു പറയുന്നത്. മോനെ, നീ എന്ത് വന്നാലും നീ കാർ ഓടിക്കരുത്. പണിക്കര് പറഞ്ഞത് വെച്ച് വാഹനത്തിൽ അപകടവും തോന്നുന്നു. പറയുന്നത് കേക്ക് മോനെ, നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. എനിക്കൊന്നും പറ്റില്ല മോം. മോം വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാ. മിഥുൻ, മിഥുൻ, എന്തൊരു കഷ്ടം. അവൻ വണ്ടി എടുത്തോണ്ട് വരിക അത്ര. നമ്മളിപ്പോ എന്താടാ ചെയ്യാ? ചക്കി, നമുക്കെന്നാ പോയാലോ? ഇനി തൊട്ട് ഈ സ്കൂളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. ഇവൾക്ക് സ്കൂളുമായിട്ട് ബന്ധമില്ലാണ്ടാവുന്നത് എങ്ങനെയാ? ചക്കിയെ ഞാൻ വേറൊരു സ്കൂളിലേക്ക് ഇവിടുന്ന് മാറ്റാൻ തീരുമാനിച്ചു. ആരോടൊന്നും പറയാണ്ട് പെട്ടെന്നെന്താ ഇങ്ങനെ ഒരു തീരുമാനം? അല്ലെങ്കിൽ തന്നെ നല്ലൊരു സ്കൂളല്ലേ ഇത്?
ഇവിടുന്ന് വേറൊരു സ്കൂളിൽ പോയി ചേരേണ്ട എന്ത് അത്യാവശ്യം ഉണ്ടായിട്ടാ? അവക്ക് വേണ്ടാത്ത ചില കൂട്ടുകെട്ടുണ്ട് ഇവിടെ. അതൊരു പക്ഷേ ചക്കിമോളെ വഴിതെറ്റിക്കാനും ചാൻസ് ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മിഥുനേട്ടാ. തൽക്കാലം നീ ഇതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, പിന്നീട് വിശദമായിട്ട് പറയാം. പക്ഷെ ചക്കയുടെ സ്റ്റഡീസ് ആണ് ഇതുകൊണ്ട് ബാധിക്കാൻ പോകുന്നത്. അതൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ഈ തീരുമാനം എടുത്തേ. ഇനി ഈ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. ചക്കി, എന്നാ നമുക്ക് പോയാലോ? ഇന്ന് അവസാനത്തെ ദിവസമല്ലേ അച്ഛ. ഫ്രണ്ട്സിനൊക്കെ ഞാൻ സെൻഡ് ഓഫ് കൊടുത്തിട്ട് പയ്യെ വരാം. ഇന്ന് ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് വിടും അച്ഛ. ഓക്കെ, എന്നാ ചെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടിരിക്കും. ഞാൻ പിന്നെ വന്ന് പിക്ക് ചെയ്തോളാം. ചാരു, അവളെ നോക്കണേ. അമ്മേ, എന്റെ ക്ലാസ് തുടങ്ങാറായി. എന്തു വന്നാലും അമ്മ ചക്കിയുടെ അച്ഛനോട് സംസാരിക്കാൻ പോരുത് കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ഓഫ് കൊടുക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് അമ്മേ. ഫസ്റ്റ് സെൻഡ് ഓഫ് പറയുന്നത് അമ്മയോട് തന്നെയാ. അയ്യോ അല്ല മോളെ, ഞാൻ എങ്ങനെയല്ലോ നിന്റെ അച്ഛനോട് സംസാരിച്ചു നോക്കാം. അതിന് ഇനിയൊന്നും ബാക്കിയില്ലല്ലോ അമ്മേ. അച്ഛൻ TC മേടിച്ചോണ്ട് പോയി കഴിഞ്ഞു. അച്ഛൻ ഇപ്പൊ സ്കൂളിലില്ല അമ്മ സംസാരിക്കാനായിട്ട്. ഇനി എന്നെ പിക്കപ്പ് ചെയ്യാൻ മാത്രമേ ചിലപ്പോ അച്ഛൻ വരൂ. ഈ സ്കൂളിൽ തന്നെ പഠിക്കുമായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും ചിക്കുവിനെ അമ്മയും കാണാൻ പറ്റുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചിക്കുവിൻ്റെ കൂടെ അമ്മയെ കാണാൻ വീട്ടിലേക്ക് വരായിരുന്നു. ഇനി എന്താ ചെയ്യാ? ഇനി നിങ്ങളെ രണ്ടുപേരും എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. ഇതുപോലൊരു ഫ്രണ്ടിന്റെ അമ്മേനെ എനിക്ക് എപ്പോഴാണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇനി ഒത്തിരി മിസ് ചെയ്യും. കരയില്ലേ? ഒന്നും ഇതുവരെ കൈവിട്ട് പോയിട്ടില്ല ചക്കി. എനിക്ക് അമ്മേനെ ഒത്തിരി ഒത്തിരി ഇഷ്ടം അറിയോ. എന്നാലും എനിക്കിനി അമ്മ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. ഓർക്കുമ്പോ കരച്ചിൽ വരിക. ബായ് അമ്മ, മിസ് യു. ചിക്കു വാടാ, സ്കൂളിൽ എല്ലാരോടും ഗുഡ് ബൈ പറയണ്ടേ.